നാലാമത്തെ സിനിമയാണ്. അപ്പോൾ സോ സ്വയം വിലയിരുത്തുന്നത് നമുക്ക് അത്ര ഇതല്ല. ഡെഫിനറ്റ്ലി ഇമ്പ്രൂവ്മെൻറ്റ് തന്നെയാണ് നമ്മൾ കാണുന്നത് തോന്നുന്നത്. ഇനി അടുത്ത വരുന്ന സിനിമകളിൽ അതാകും കുറവുകൾ നികത്താൻ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യും. ലവ് സ്റ്റോറി അല്ല, നമ്മൾ സിനിമ കാണുമ്പോഴേ മനസ്സിലാക്കും. ഇതുവരെ ഞാൻ ഇങ്ങനൊരു ലവ് സ്റ്റോറി എൻഡിങ് ഇങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. ലവ് സ്റ്റോറി നമുക്ക് എല്ലാവർക്കും അറിയാം, പക്ഷേ ഇതിൽ എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ ക്ലൈമാക്സ് ആണ്. അത് നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു ക്ലൈമാക്സ് ആണ് ഇതിലുള്ളത്. സോ ഇന്നത്തെ ഒരു തലമുറയിൽ നമ്മൾ പിള്ളേർ ചിന്തിക്കണമെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന ഒരു ഇതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഉള്ള സിനിമയെ പറ്റി പറയാനുള്ളത്. പുള്ളി ഞാൻ പറഞ്ഞു വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു പോകുന്നുണ്ട്. എല്ലാവരും പോയി കാണാം, ഫാമിലി മൂവിയാണ്. സോ എല്ലാവർക്കും പോയി കാണാം. ലൊക്കേഷനിൽ നിങ്ങളുടെ സൗഹൃദങ്ങൾ എങ്ങനെയുണ്ടായിരുന്നു? അതെ, അതിനെപ്പറ്റി പറയാനാണെങ്കിൽ എനിക്ക് ഈ സിനിമയിൽ വന്നപ്പോൾ തൊട്ട് കിട്ടിയ ഒരു നല്ലൊരു ഫ്രണ്ട്സാണ് ഇവർ 3 പേര്. നിശാന്ത് ചേച്ചി, പറഞ്ഞ ചേച്ചി ശ്വേത. നല്ല രോമാഞ്ചം കയറുമോ? രോമാഞ്ചം ഭയങ്കര സീരിയസ് മൂവിയാണ്. ആ രോമാഞ്ചം കുറച്ചും കൂടി ഇതാണ്, ഫീമെയിൽ ഓറിയന്റഡ് ആണ്. ക്യൂരിയോസിറ്റി ഉണ്ടാവും. സെക്കൻഡ് ഹാഫ് ആണ് കൂടുതലും നമുക്ക് എന്താണ് എന്നുള്ളൊരു സംഭവം വന്നത്. സീനിയേഴ്സിനെ നടക്കുമോ എന്ന് നമ്മൾ ചിന്തിച്ചു. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്. ഇങ്ങനെ നടക്കുമോ? ചുമ്മാ നമ്മൾ ശരിക്കും കഥ ഞാൻ ഈ സ്റ്റോറിയിൽ സെലക്റ്റഡായി കഥ കേൾക്കുമ്പോൾ ഞാൻ ശരിക്കും ശരിക്കും നടക്കുമോ ഇങ്ങനെ എന്നുള്ളതാണ് നമ്മൾ ചോദിച്ചത്. കാരണം അത്രയ്ക്ക് ഞാൻ ഡെഫിനറ്റ്ലി നമ്മൾ കുറേ വായിക്കുന്നുണ്ട്, പക്ഷെ ഇങ്ങനൊരു സംഭവം ഞാൻ കേട്ടിട്ടില്ല. മേ ബി ഞാൻ മിസ്സായി പോയതായിരിക്കാം, അതിനെക്കുറിച്ച് അറിയാം. പക്ഷേ അത് എനിക്ക് തോന്നുന്നു ഒരുവിധപ്പെട്ട പലരും അത് ഈ പറഞ്ഞ ഞാൻ ചിന്തിച്ച പോലെ ഇതിങ്ങനെ സംഭവിക്കുമോ എന്ന് ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. അത് ഡെഫിനറ്റ്ലി ഇതിലൊരു സസ്പെൻസ് ആദ്യത്തെ മൂവിയാണ്. നാലാമത്തെ മൂവിയാണ്. അപ്പോൾ അതാണ്. അപ്പോൾ എല്ലാവരുടെ അടുത്തും ഞാൻ പറയുന്നത് ഡെഫിനറ്റ്ലി ഇതിലൊരു എൻഡ് പാർട്ട് നിങ്ങൾക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തോന്നും ഈ സിനിമ കാണുമ്പോൾ. പിന്നെ ഈ പറഞ്ഞ പോലെ അതിൻ്റെ ട്വിസ്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ റിയാലിറ്റിയിൽ സംഭവിക്കുമോ എന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്. സോ അത് തന്നെയാണ് ഈ കഥേൻ്റെയും ഡയറക്ടറിൻ്റെയും ഒക്കെ വിജയം എന്ന് പറയുന്നത്. ആൻഡ് പ്രത്യേകിച്ച് ഒരു കാര്യം പറയണം, ഈ സ്റ്റോറി എന്ന് പറയുന്നത് രഞ്ജിത്ത് ജീവി നമ്മുടെ ഫയർമാൻ്റെ ഒക്കെ സ്ക്രിപ്റ്റ് റൈറ്റർ ആയിരുന്നു സാറിൻ്റെ ഫസ്റ്റ് ഡയറക്ഷൻ കൂടിയാണിത്. ആൻഡ് ഇതും സാറിൻ്റെ ഓൺ സ്റ്റോറി. അപ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് ഫയർമാനൊക്കെ നമുക്കറിയാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പുതുമ സാർ ഇതിൽ ഉറപ്പായിട്ടും വെച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കാം. എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക.